ആഗസ്റ്റിനേക്കാൾ നല്ലൊരു മാസം മറ്റേതാണ്? പ്രിയ സഹോദര, ഓഗസ്റ്റിനേക്കാൾ നല്ലൊരു മാസം ഏതാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊതു പൈതൃകത്തെപ്പറ്റിയുള്ള പുനർവിചാരങ്ങൾക്ക്, നമ്മുടെ യാതനകളെ, അപമാനങ്ങളെ, പ്രതീക്ഷകളെപ്പറ്റിയുള്ള വർത്തമാനങ്ങൾക്ക് ഈ ഓഗസ്റ്റിനേക്കാൾ മികച്ച മറ്റൊരു മാസമുണ്ടോ? പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശിയായ ഫ്രീലാൻസ് ബ്രാൻഡ് ഡിസൈനറും പുരോഗമന പ്രവർത്തകനുമായ എഹ്തെഷാം ഹസൻ CJP പ്രക്ഷോഭ നായകൻ അഭിജിത്ത് ദീപ്കേക്ക് എഴുതിയ കത്തിലെ വരികളാണിത്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്ന ഏതൊരു മനുഷ്യജീവിക്കും പ്രതീക്ഷയുടെ കിരണങ്ങൾ ഈ വാക്കുകളിൽ കാണാനാകും. മുൻ തലമുറകൾക്ക് സാധിക്കാത്ത സാഹോദര്യത്തിൻ്റെയും ശുഭാപ്തിയുടെയും തുടിപ്പുകൾ പുതുതലമുറ പ്രസരിപ്പിക്കുന്നത് ഹസൻ്റെ വരികളിൽ നമുക്ക് വായിക്കാം. ഞാൻ എഴുതുന്നത് ലാഹോറിൽ നിന്നാണ്. ഡൽഹിയിലേതുപോലെ പൊടി നിറഞ്ഞ വായു ശ്വസിച്ചുകൊണ്ട് നമ്മൾക്കിടയിലെ അതിർത്തിയുടെ മങ്ങുകയും തെളിയുകയും ചെയ്യുന്ന നിഴലിൽ വളർന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഞാൻ. ഇപ്പോൾ ഇത് എഴുതുന്നതിനൊരു കാരണമുണ്ട്. വളരെ കാലത്തിന് ശേഷം വേലിക്കപ്പുറത്തു നിന്ന് വരുന്ന വാർത്തകൾ ഇപ്പുറത്തുള്ള ഞങ്ങൾക്ക് ഒരു കണ്ണാടിയിൽ ഇമവെട്ടാതെ നോക്കുന്ന അനുഭവത്തെ പ്രദാനം ചെയ്യുന്നു. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ നിങ്ങളുടെ ചീഫ് ജസ്റ്റിസ് പാറ്റകൾ എന്ന് വിളിച്ചപ്പോൾ ഇവിടെ പാകിസ്ഥാനിലെ ഞാനറിയുന്ന ചെറുപ്പക്കാരെല്ലാം ആ വാക്കിൻ്റെ അർത്ഥം പൊടുന്നനെ തിരിച്ചറിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ എവിടെയുമുള്ള അധികാരി വർഗം ദശലക്ഷക്കണക്കായ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായി ആ വാക്ക് മാറുകയായിരുന്നു. തൊഴിലില്ലാത്ത ബിരുദധാരികൾ, അധികപ്പറ്റുകൾ, വിറ്റഴിക്കപ്പെടുന്ന മത്സര പരീക്ഷകളിൽ സ്വപ്നങ്ങൾ നഹിച്ചവർ, കിട്ടുന്ന അപ്പക്കഷ്ണങ്ങൾക്ക് നന്ദി കാട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവർ, നിങ്ങളുടെ പ്രസ്ഥാനത്തെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് നിങ്ങൾ നാമകരണം ചെയ്തപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന കൂർത്ത കല്ലുകൾ പെറുക്കിക്കൂട്ടി ഒരു വീട് പണിയുകയാണ് നിങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവിടെ ലാഹോറിൽ നിങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു നിശബ്ദ രൂപം ഞങ്ങൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ പോരാട്ടവും വ്യത്യസ്തമല്ല. ഇവിടുത്തെ മെഡിക്കൽ ഡെന്തൽ കോളേജ് പ്രവേശന പരീക്ഷാ കുംഭകോണം നിങ്ങളുടെ രാജ്യത്തേതിൻ്റെ കണ്ണാടി പ്രതിബിംബം തന്നെ. ഞങ്ങളുടെ കുടുംബങ്ങളും കോച്ചിങ് സെൻറ്റർ ഫീസുകൾക്കായുള്ള അതേ കടക്കണിയിലേക്ക് തള്ളപ്പെടുന്നു. യുവജനാധിക്യം ഇവിടെയും യുവജനഭാരമായി കണക്കാക്കപ്പെടുന്നു. അതിനുമപ്പുറം പാകിസ്ഥാനിൽ വായു അല്പം കൂടി കനം കൂടിയതാണ്. പരീക്ഷാ ക്രമക്കേടുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയാൽ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾ, അതിർത്തിക്കപ്പുറത്ത് ഞങ്ങളിൽ നിങ്ങളുടെ പ്രക്ഷോഭം പ്രത്യാശയുടെ ആവേശം നിറയ്ക്കുന്നുണ്ട്. സാമ്രാജ്യ ദുർഭരണത്തിൽ നിന്നുള്ള നമ്മുടെ പൊതുവിമോചനത്തിൻ്റെ കാലത്തെപ്പറ്റി പുനരാലോചിക്കാൻ ഓഗസ്റ്റിനേക്കാൾ നല്ലൊരു മാസം മറ്റേതാണ്? 1947 വിഭജനകാലത്ത് ദശലക്ഷങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിൻ്റെ 80 സംവത്സരങ്ങൾക്ക് ശേഷവും ജീവിച്ചിരിക്കുന്ന ദശലക്ഷങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറപ്പെടാത്ത നമ്മുടെ രാജ്യങ്ങളിൽ നാം നേടിയത് പിന്നെ എന്താണ്? ജൻസി തലമുറ ഈ ചോദ്യം ഭരണാധികാരികളോടും തങ്ങളോട് തന്നെയും ചോദിക്കാൻ ഉചിതമായ സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ കൈവരിക്കുന്നതിന് ഇനി ഒരു നൂറ്റാണ്ട് കൂടി നമുക്ക് കാത്തിരിക്കാൻ വയ്യ. യുവതലമുറയെ പഠിപ്പിച്ചുകൊണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട്, അണിനിരത്തിക്കൊണ്ട് നമുക്കിനിയും മുന്നോട്ട് പോയേ പറ്റൂ. ഇന്ത്യയിൽ നിന്നും പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അതീവ വിസ്മയത്തോടെയാണ് ഞങ്ങൾ വീക്ഷിച്ചത്. ദൃശ്യരാവാനുള്ള അപൂർവധീരത നിങ്ങൾ കാണിച്ചു. ആ ദൃശ്യതയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില ചെറിയതല്ലെന്ന് ഇവിടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കുറച്ചുകൂടി ഒതുങ്ങിയതും ശാന്തവുമായ പ്രതിഷേധ മാർഗങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ നിർബന്ധിതരാണ്. അരികുകളിൽ സംഘടിക്കാനും ക്യാമറ കണ്ണുകളിൽ നിന്നും ദൂരം പാലിച്ച് രോഷാഗ്നിയെ കത്തിച്ചു നിർത്താനും ഞങ്ങൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കള്ളം പറയുകയല്ല സഹോദര, നിങ്ങളോടൊരു അസൂയയാണിവിടെയെല്ലാം. നിങ്ങളുടെ ഡിജിറ്റൽ ഇടത്തിൻ്റെ വിസ്തൃതിയെപ്പറ്റി ഒരർദ്ധമാസം കൊണ്ട് നിങ്ങൾ നേടിയ 22 ദശലക്ഷം പിന്തുടരുകളെ എല്ലാം നോക്കിക്കൊണ്ട് ഞങ്ങൾ അസൂയപ്പെടുകയാണ്. നിങ്ങളുടെ സിവിൽ സമൂഹം നിങ്ങൾക്ക് നൽകിയ പിന്തുണ കണ്ട് ഞങ്ങൾ സ്വപ്നം കാണുന്നു. ഈ ഉപഭൂഖണ്ഡത്തിലെ ചെറുപ്പക്കാർക്ക് ഇന്ത്യക്കാർ എന്നോ
പാകിസ്ഥാനികളെന്നോ ഉള്ള വേർതിരിവില്ലാതെ ഒരുമിച്ച് നിന്ന് പൊരുതാൻ കഴിയുമെന്ന് ഒരേ ഭൂതലോക രാഷ്ട്രീയത്തിൻ്റെ ഭരണരീതികളാൽ ഭാവി നിഷേധിക്കപ്പെട്ട മനുഷ്യർ എന്ന നിലയിൽ മാത്രം. പാറ്റകൾ എന്ന പദം ഞങ്ങൾക്ക് കൂടി അനുരൂപമായ ഒരു രൂപകമാണ്. പാറ്റകൾക്ക് റാഡ്ക്ലിഫ് സായിപ്പ് വരച്ച അതിർത്തി രേഖകൾ ബാധകമേയല്ല. നിർമ്മിക്കപ്പെട്ട ചുമരുകളിൽ വിള്ളലുകൾ, ആ വിള്ളലുകളിൽ പാറ്റകൾ ജീവിക്കും. അവ മഹാസാമ്രാജ്യങ്ങളെ അതിജീവിക്കും. അവ അതിശക്തരുടെ പതനം കാണും. നിങ്ങളുടെ പോരാട്ടത്തെ ഒരു താക്കീതും വാഗ്ദാനവുമായാണ് ഞങ്ങൾ കാണുന്നത്. യുവതയെ നിശബ്ദരാക്കാനുള്ള ഭരണകൂട തന്ത്രങ്ങൾ, ഇൻ്റർനെറ്റ് പൂട്ടൽ, വിയോജിപ്പുകളെ ദേശവിരുദ്ധമായി മുദ്രകുത്തലെല്ലാം ഒരു മേഖലാ ഭാഷ പങ്കിടുന്നുണ്ട് എന്നതാണ് താക്കീത്. നിങ്ങളുടെ അതിജീവന ശേഷിയിലാണ് ഞങ്ങൾ കാണുന്ന വാഗ്ദാനം. നിങ്ങൾക്ക് ദില്ലിയിൽ ഉണർന്നു നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തെളിയിച്ചു. എങ്കിൽ ലാഹോറിലോ കറാച്ചിയിലോ ശ്വാസം മുട്ടുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അത് ഒരല്പം കൂടുതൽ ഓക്സിജൻ പകർന്നു നൽകുന്നുണ്ട്. ചോർന്നുപോയ പരീക്ഷാ ചോദ്യങ്ങളെപ്പറ്റി കരയുന്ന ഒരു ഇന്ത്യൻ തരുണനിൽ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ തന്നെയാണ് കാണുന്നത്. തെരുവുകൾ കൈവിടാതിരിക്കുക അഭിജിത്ത്, തെരുവുകൾ കൈവിടാതിരിക്കുക ആക്ഷേപഹാസ്യവും. ദക്ഷിണേഷ്യയിലെ യുവതയുടെ ഏകത എന്ന ആശയം സാധ്യമാണ്.